ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു വന്നിട്ട് ബാലേന്ദ്രനോടും അതുപോലെ അലീനോടൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ. ആരുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. അലീനെ പറഞ്ഞയക്കാൻ ബാലേന്ദ്രനും തയ്യാറാവുന്നില്ല, അലീന പോകാനും തയ്യാറാവുന്നില്ല. അങ്ങനെ നേരെ മനു വീട്ടിലേക്ക് ചെന്നിട്ട് ഇത് രാജീവനോട് പറയാണ് കേട്ടോ. അപ്പൊ രാജീവന് ഉറച്ചൊരു തീരുമാനം എടുക്കുകയാണ്. ഇന്ന് തന്നെ എന്തായാലും ഇത്രയും വാശിയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞയക്കും എന്ന് പറഞ്ഞിട്ട് രാജീവനും ഹരിയും കൂടെ നമ്മുടെ ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ സമയം അലീനനെ പിടിച്ചിറക്കിങ്ങാണ്ട് കൊണ്ടുവരാണ് വൈജയന്തി. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ നീ ഈ വീടിന്റെ പടി ഇറങ്ങി പോകണം എന്ന് പറയുമ്പോൾ മോളിൽ നിന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവളെ തൊട്ടു പോകരുത്, അവളെ ഇറക്കി വിടാൻ എനിക്കൊരു അധികാരമില്ല എന്ന് പറയുമ്പോൾ ഇവൾ ഇനി വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിട്ടില്ലെങ്കിൽ വൈജയന്തിന്റെ പേര് മാറ്റിക്കോളാൻ പറയുമ്പോൾ അത് ഞാൻ കൊല്ലപ്പള്ളിയിലെ പട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഹരിയും അതുപോലെ തന്നെ രാജീവനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ രാജീവനല്ല, നമ്മുടെ ഹരിയും ബാബിദേവ് വൈജയന്തിയും കൂടിയിട്ട് അലീനനെ പിടിച്ചു വലിക്കുകയാണ് കേട്ടോ. ബാബി വായ പൊത്തി പിടിച്ചിട്ടുണ്ട്, കരയുന്നത് ബാലേന്ദ്രൻ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ബാഗും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് റോട്ടിലേക്ക് വലിച്ചെറിയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഇതൊരു പെങ്കൊച്ചല്ലേ, ഇതിനിങ്ങനെ ഇറക്കി വിടാനോ ഇങ്ങനെ ദ്രോഹിക്കാനോ പാടുണ്ടോന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പോൾ ഇത് പെൺകൊച്ചൊന്നുമല്ല, പിശാജാണ്, പിശാജ്, കുടുംബം കലക്കാൻ വന്ന പിശാജാണെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ഹരി വന്നിട്ട് എന്തോ വേണ്ടാതിനൊക്കെ അലീനയുടെ അടുത്ത് പോകുമ്പോൾ നല്ലൊരെണ്ണം ഹരിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മോന്തക്കിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വൈജയന്തി പറയുന്നുണ്ട്, ഇന്നത്തോടെ നിന്റെ സേവനം അവസാനിച്ച് ഈ നിമിഷം നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നൊക്കെ പറയുമ്പോൾ അലീന വേഗമൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പോകുകയാണ്, പക്ഷെ ഒരുപാട് വേദനയോടെയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്, അതും എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകുന്നതെന്നൊക്കെ അലീന വൈജയന്തിയോട് പറയാണ്. ഒച്ചയും ബഹളമൊക്കെ കേട്ട് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴാണ് നടന്ന സംഭവങ്ങളൊക്കെ ബാലേന്ദ്രൻ മനസ്സിലാവുന്നത്. അലീനനെ അവർ അടിച്ചിറക്കി ഇട്ടു എന്നുള്ള കാര്യം. ഉടനെ തന്നെ ബാഗും പെട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ബാലേന്ദ്രനും പുറത്തേക്ക് ഇറങ്ങാണ്. ഇവരാണ് സന്തോഷിച്ചിരിക്കാൻ കേട്ടോ. അങ്ങനെ അലീനരെ ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് രാജീവനും വൈജയന്തി ഒക്കെ ചിരിക്കുകയാണ്. അപ്പോഴാണ് ബബിത കാണുന്നത് ബാലേന്ദ്രൻ പെട്ടിയൊക്കെ എടുത്തിട്ട് വരുന്നത്. വേഗം തന്നെ ബബി പറഞ്ഞു, അയ്യോ ദേ അച്ഛൻ എന്ന് പറയുമ്പോഴേക്കും ഇവരൊക്കെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് കേട്ടോ. കാരണം ബാലേന്ദ്രൻ കാറെടുത്ത് പോകുകയാണ്. അപ്പോഴേക്കും രാജീവൻ കാറ് തടഞ്ഞു നിർത്താനായിട്ട് വരുന്നുണ്ടെങ്കിലും ഇടിച്ചു തെറിപ്പിച്ചു എന്നുള്ള രീതിയിൽ ബാലേന്ദ്രൻ സ്പീഡിലങ്ങ് പോകുകയാണ് കേട്ടോ. അപ്പൊ ഹരി പിടിച്ചത് കൊണ്ടാണ് രാജീവൻ രക്ഷപ്പെട്ടത്. വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഞെട്ടിത്തരിച്ച് നിൽക്കാൻ കേട്ടോ. ബാലേന്ദ്രൻ ഒരിക്കലും അലീനയ്ക്കൊപ്പം വീട് വിട്ട് ഇറങ്ങി പോകുന്നുള്ള കാര്യം വൈജയന്തി ചിന്തിക്കുന്നില്ല. ഇതാണ് പ്രമോ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.